ഈ പാല് കൊടുക്കുന്ന കൈക്ക് പൊത്തുക എന്നുള്ള സംഭവമാണ് ഇസ്ലാമിക തീവ്രവാദികളുടെ ശരിയായ സ്വഭാവം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, ഇസ്രായേലുകാരാണ് ഈ ഗാസയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം മുതൽ ഭക്ഷണം മുതൽ മരുന്ന് മുതൽ, ഗാസയിലെ എത്രയോ, ഈ പാലസ്തീനിലേക്ക് എത്രയോ ആൾക്കാർക്ക് ഇസ്രായേലിൽ ജോലിയുണ്ട്. അവരുടെ തോട്ടങ്ങളിലും അങ്ങനെ എല്ലാ ഒത്തിരി പണികൾ ഈ പാലസ്തീനിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇസ്രായേൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇസ്രായേൽ കാരണം തന്നെ പാലസ്തീനിലെ ഒരുപാട് ജനങ്ങൾ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒക്ടോബർ 7 ഈ പാലസ്തീനിലെ തീവ്രവാദികൾ എന്താണ് ഇസ്രായേലിൽ കാട്ടിക്കൂട്ടിയത്? കൊച്ചു കുഞ്ഞുങ്ങളെ മുതല്, എന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ ഭക്ഷണം, ഇസ്രായേലിന്റെ വെള്ളം, ഇസ്രായേലിന്റെ മരുന്ന്, ഇസ്രായേലിന്റെ സൗകര്യങ്ങൾ മുഴുവൻ വാങ്ങി കൂട്ടിക്കൊണ്ട് ഇസ്രായേലിലെ തന്നെ ആൾക്കാരെ ഒക്ടോബർ 7 പോയി കൊച്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ച് കൊന്ന് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വെച്ച് ആഘോഷിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, ഇസ്രായേൽ എത്രത്തോളം ക്ഷമിക്കണം. ഇസ്രായേൽ ഉണ്ടാക്കിയ സമയത്ത് എന്ന് വെച്ചാൽ ഈ ജൂതന്മാരെ എല്ലാവരും കയറി ഉപദ്രവിച്ച് അവര് ലോകത്തെ പല ഭാഗങ്ങളിലേക്ക് പോയി താമസിക്കുകയായിരുന്നു. ഇവര് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി ഇവരുടെ ദൈവം എന്ന് ഇവര് വിശ്വസിക്കുന്ന അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുവദിച്ച് ഇസ്രായേൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ്, അത് വർഷങ്ങൾക്ക് മുമ്പുള്ള, അത് അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് വേണ്ടിയിട്ട് അവര് പൈസ കൊടുത്തു തന്നെയാണ് അത്രയും സ്ഥലം വാങ്ങിയത്. അറബികള് അവിടുത്തെ, അവർ പണ്ട് ഇസ്രായേലിലുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ കൊള്ളയടിച്ച് നശിപ്പിച്ച് ബാക്കി വെറും തരിശു മണൽ, എന്താ പറയാ, വെറും മരുഭൂമിയായി കിടന്ന സ്ഥലമാണ് അന്യായ വില കൊടുത്ത് ഇസ്രായേലുകാർ വാങ്ങി അവരൊരു രാജ്യം സ്ഥാപിച്ചു. ആ സ്ഥാപിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ തുടങ്ങിയതാണ് ഈ യുദ്ധം. ഈ ഒരിക്കലും ജൂതന്മാർക്ക് ഭരണം കൊടുക്കൂല, ഒരു രാജ്യം ഉണ്ടാക്കാൻ സമ്മതിക്കൂല എന്ന്. എന്താ കാരണം? ഇവരുടെ കിതാബിൽ എഴുതി വെച്ചത് കൊണ്ട് മാത്രം. പാവം ആ ജനങ്ങള് എത്രത്തോളം ബുദ്ധിമുട്ടി ജീവിച്ച്, എന്നിട്ടും അവരെത്രത്തോളം ക്ഷമിച്ചുകൊണ്ടാണ് ഇത്രയും പാലസ്തീനുകാർക്ക് ജോലിയും കൊടുത്ത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, നമ്മളിപ്പോ പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ വന്ന് ജോലി കൊടുക്കാൻ നമ്മൾ സമ്മതിക്കുമോ? കാരണം എന്താ? അവര് നമ്മളെ എത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ ഇസ്രായേല്, ഈ പാലസ്തീനുകാര് ഓരോ നോമ്പ് കാലത്തും ഈ ഇസ്രായേലിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും ഇസ്രായേൽ പാലസ്തീനിലുള്ള ഓരോ ജനങ്ങൾക്കും ജോലി കൊടുക്കുമായിരുന്നു. അവരുടെ തോട്ടങ്ങളിലും എല്ലാ സ്ഥലത്തും ഇവര് ജോലി കൊടുക്കുമായിരുന്നു. ഇസ്രായേലിൽ പോലീസിലടക്കം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ടെന്നാ പറയുന്നേ. അവിടെ ഉള്ള ആൾക്കാര് അനുഭവം പറഞ്ഞാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് കുറെ ആൾക്കാർ ഇസ്രായേലിൽ ജോലിക്ക് പോയിട്ടുണ്ട്. അവരുടെ അനുഭവം പറഞ്ഞതാണ്. ഇസ്രായേലിലെ പോലീസിൽ പോലും മുസ്ലിങ്ങൾ ഉണ്ടെന്ന്. മാത്രമല്ല അവരെ തന്നെ ഓരോ സത്യങ്ങൾ ഓരോന്ന് വിളിച്ചു പറയും. ഈ ഇസ്രായേലുകാർ ഒരിക്കലും പാലസ്തീനെ അല്ലെങ്കിൽ ഗാസേനെ അങ്ങോട്ട് കയറി ആക്രമിക്കുകയല്ല, അവരിങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ചെറുത്ത് നിൽക്കും. സ്വാഭാവികമായിട്ടും എന്റെ മക്കളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ തീർച്ചയായും, എന്റെ മക്കളെ, എന്റെ കുടുംബക്കാരെ ഉപദ്രവിക്കാൻ വന്നാൽ തീർച്ചയായും ഞാൻ ചെറുത്ത് നിൽക്കും. അത് ഏതൊരു മനുഷ്യരുടെയും അല്ലെങ്കിൽ ഏതൊരു ജീവികളുടെയും അത് പൊതു സ്വഭാവമാണ്. അത് മാത്രമാണ് ഇസ്രായേൽ ചെയ്യുന്നുള്ളൂ. അതിനാണ് ഇസ്രായേൽ തീവ്രവാദം ചെയ്യാണ്. ഇസ്രായേൽ എത്രത്തോളം ഇസ്രായേലിന്റെ മൊത്തം, നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ പോലും പാലസ്തീനിൽ ജോലിയില്ല. പാലസ്തീനിൽ ജോലി ചെയ്യുന്ന ഒരൊറ്റ കേരളത്തിലെ ജനങ്ങൾ പോലും ഇല്ല. കേരളത്തിലെ നല്ല ഇന്ത്യയിൽന്നോ ലോകത്തിലെ ഒരൊറ്റ ആൾക്കാർക്ക് പാലസ്തീനിൽ ജോലിയില്ല. പക്ഷെ കേരളത്തിൽ നിന്ന് തന്നെ എത്രയോ കുടുംബങ്ങള് ഇസ്രായേലിൽ പോലും ജോലി ചെയ്യുന്നുണ്ട്. ഇസ്രായേലിലെ ജോലിയും കൊണ്ട് അവര് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നിട്ടും ഈ കേരളത്തിലുള്ള ആൾക്കാര് ഇസ്ലാമിക തീവ്രവാദ രാജ്യത്തെ ഇത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നത് എന്തുകൊണ്ടാ? അത് ഇസ്ലാമിക രാജ്യമാണ് എന്നതുകൊണ്ട് മാത്രമാണ്. എത്രയോ ആൾക്കാർക്ക് ഇസ്രായേല് ജോലി കൊടുത്ത് കുടുംബങ്ങളൊന്നും മര്യാദക്ക് ജീവിക്കുന്നു.
ഞങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് തന്നെ ഒരു ചേട്ടൻ ഇസ്രായേലിൽ പോയി ജീവിക്കുന്നുണ്ട്. അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ ചേട്ടൻ തന്നെ പറയും ഈ പാലസ്തീനുകാർ ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സാധനങ്ങളാണ്. ഇവര് ഇസ്രായേലിൽ തന്നെ ഗാസ അതിർത്തിയിലൂടെ പോകുന്ന പട്ടാളക്കാരുടെ മേലോട്ട് മോളിലെ വീടുകളുടെ മോളിൽ കയറിയിട്ട് അവിടുന്ന് വലിയ കല്ലൊക്കെ എടുത്ത് എറിയും. അതാണ് ഈ ഗാസയിലെ ഇസ്ലാമിക തീവ്രവാദികളുടെ പൊതു സ്വഭാവം. അതിൽ സ്ത്രീകളും ഉണ്ടാവും, കുട്ടികളും ഉണ്ടാവും, വലിയവരും ഉണ്ടാവും. അപ്പൊ എന്താണ് ആലോചിച്ച് നോക്കിയേ ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ സ്വഭാവം. സോറി, പാലസ്തീനിലെ ഇസ്ലാമിക തീവ്രവാദികളുടെ സ്വഭാവം. ഒരിക്കലും ഇസ്രായേലിന്റെ പട്ടാളത്തെയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പോലീസുകാരെയോ ഇവരെ അംഗീകരിക്കില്ല. ഇവരതില് ഗാസയിലൂടെ എങ്ങാനും ഗാസയുടെ സൈഡിൽ കൂടെ എങ്ങാനും നടന്നു പോയാൽ പോലും, അല്ലെങ്കിൽ ഇസ്രായേലിൽ കൂടെ തന്നെ ഈ ഇസ്ലാമിക ആൾക്കാർ, ഇസ്ലാം മതത്തിലുള്ളവർ ജീവിക്കുന്ന തെരുവിലൂടെ അല്ല ഇസ്രായേല് പട്ടാളമോ പോലീസോ നടന്നു പോകുമ്പോൾ പോലും ഈ ഇസ്ലാം മതത്തിലുള്ളവർ കല്ലെടുത്തെറിയുന്നുണ്ട്. സ്ത്രീകളും കല്ലെടുത്തെറിയുന്നുണ്ട്, കുട്ടികളും കല്ലെടുത്തെറിയുന്നുണ്ട്. അതാണ് ഈ മതപഠനത്തിന്റെ പൊതു സ്വഭാവം. അത് ഈ ഇസ്ലാം മതം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഓരോ ആൾക്കാരും ആ മുസ്ലിം വിരുദ്ധരാകും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നമ്മൾ എതിർക്കുക തന്നെ വേണം. ഓരോരുത്തരും അതിനെതിരെ ശബ്ദിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് കേരളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കാശ്മീരായിട്ട് മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഈ ഇസ്ലാമിക തീവ്രവാദികൾ കയറി കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മളത് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അതിനെതിരെ ഇപ്പൊ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ പലരും പറയുന്നുണ്ട് എന്തിനാ ബി ജെ പി ഒന്നും ഒരു കാര്യവും ചെയ്യുന്നില്ല, ബി.ജെ.പിനെ ഞങ്ങൾ എതിർക്കുന്നു, അവര് ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ശബരിമല വിഷയത്തിൽ എന്താ അവർ ചെയ്തത്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ബി.ജെ.പിനെ കുറ്റം പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ആർക്ക് വോട്ട് കൊടുക്കും? ഈ കോൺഗ്രസിനോ നിങ്ങൾ ബി.ജെ.പിനെ വല്ലാതെ കുറ്റം പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ആർക്ക് വോട്ട് കൊടുക്കും? ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് വോട്ട് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഇത്രയും കാലം 10 വർഷം കൊണ്ട് നമ്മൾ അനുഭവിച്ചതല്ലേ. കോൺഗ്രസിന് വോട്ട് കൊടുത്തിട്ട് എന്താ അവസ്ഥ? അതും നമ്മൾ കുറെ അനുഭവിച്ചതാണ്. അപ്പോ ബി.ജെ.പിക്കാരെ RSSകാരെയും കുറ്റം പറയുന്നവരോട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളൂ, നിങ്ങൾ പിന്നെ വേറെ ആർക്ക് വോട്ട് കൊടുക്കും?